പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അൻഹാർ അൽ ഫൈഹ, സിനൗ, ഒമാൻ. KC സെന്റർ, കരുനാഗപ്പള്ളി, കൊല്ലം. ഒന്ന് വേഗം വന്നേ, അവരൊക്കെ പോവെന്ന്. പിന്നെ എന്നെ കുറ്റപ്പെടുത്തരുത്, ഞാൻ പറഞ്ഞേക്കാം. ചേച്ചി വേഗം അവരങ്ങ് പോവും. ലോൺ എടുത്താണെങ്കിൽ ഒരു കാറ്, അല്ലെങ്കിൽ ഒരു ബൈക്ക് എടുത്തായിരുന്നെങ്കിൽ നാശം. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതിനെ വീട്ടിൽ പൂട്ടിയിടാന്ന്. എടി നീ അവളെ എടുക്ക്, അവളും കാണട്ടെടി അവരെ. പിന്നെ എന്റെ ഡ്രസ്സോടെയും നിങ്ങൾ എടുത്താ മതി. മോളെ നീ നടന്നു വന്നാ മതി. എന്റെ ദേവി, അവര് വന്നിട്ട് പോരുതേ. എത്ര നാളായി അവര് നേരിട്ടൊന്ന് കാണാൻ കൊതിച്ചിട്ട്. കുടുംബസമേതം എവിടേക്കാ ധൃതിക്ക്? ചേട്ടാ സമയമില്ല, അവരൊക്കെ പോകുന്നു. നീ വാ. ആര്? എടാ നിന്ന് കാര്യം പറയാൻ സമയമില്ലെന്ന്. നീ ഇങ്ങോട്ട് വന്നേ. എടി ഇങ്ങനെ ഓരോരുത്തരെ അറിയിച്ചാലേ നമുക്ക് ശരിയായിട്ട് നിന്ന് കാണാൻ പറ്റത്തില്ലെന്ന്. എടി ഇങ്ങോട്ട് മാടി. നിങ്ങൾ ഇന്ന് കാര്യം പറയേ. നീ ഇപ്പൊ അറിയണ്ട, അയാളും കൂടി വരട്ടെന്ന്. എന്താ മിണ്ടാടി. ചേടാ, മനുഷ്യനറിയാത്ത കാര്യങ്ങളുണ്ടോ? നില്ലെന്നേ. എടാ എങ്കിൽ നീ അറിഞ്ഞു, നമ്മുടെ നടക്കാവ് ഗണപതി ക്ഷേത്രത്തിലെ നടി താരാറാണിയാ കലച്ചു കൊടുക്കുന്നത്. ഭദ്രദീപം കൊടുക്കുന്നത് നടൻ മഹേന്ദ്രൻ. അവരെയൊക്കെ കാണാതിരുന്ന നമ്മുടെ ജന്മം പാഴായി. രാവിലെ 10:15 മുഹൂർത്തം. അയ്യോ, ഇപ്പൊ മണി 10 കഴിഞ്ഞു. സമയത്തെത്തില്ലെങ്കിലേ ചടങ്ങ് കഴിഞ്ഞ് അവരങ്ങ് പോകും. കണ്ടില്ലേല് പിന്നെ എന്നും മനസ്സിന് വിഷമമാ. എങ്കിൽ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ഞാനെന്ന് ലീവ്. എടാ ഒരു ദിവസം ലീവ് എടുത്താലതാ, ഇവരെയൊക്കെ കാണുന്നത് തന്നെ ഭാഗ്യമല്ലേ. അടുത്താളും വന്നു. ഇന്ന് ലീവല്ലയോ? അതെങ്ങനെ മനസ്സിലായി? നീ ലീവോടെ? അറിയാം, നടി താരാറാണിയെയും നട മഹേന്ദ്രനെയും നേരെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ലല്ലോ. അവരുടെ ജോലി ചെയ്യുന്നു. നമ്മൾ എന്തിനാ ഉള്ള ജോലി കളഞ്ഞിട്ട് അവരുടെയൊക്കെ പുറകെ നടക്കുന്നത്? ഞങ്ങൾ ഇല്ലാത്ത സമയം ഉണ്ടാക്കി അവരെ നേരിൽ കാണാൻ പോന്നെ. നീ ഒന്ന് പോയേ, സമയമായിരുന്നു. 10:15 മുഹൂർത്തം. അപ്പൊ ഉച്ച കഴിഞ്ഞൊരു 3 മണിക്കെങ്കിലും അവരെങ്ങ് എത്തും. അത്രയ്ക്ക് കൃത്യനിഷ്ഠയ. കണ്ടിട്ടില്ലയോ നടി താരാറാണിയെ പോസ്റ്ററുകളിൽ? നല്ല ചേലല്ലയോ? കലശമെടുക്കാൻ പറ്റിയ രൂപമാ. സ്ത്രീ പീഡന കേസിലെ പ്രതിയാ മഹേന്ദ്രൻ. ദൈവത്തെക്കാൾ വലിയവര്. ഇവരൊക്കെ താമസിക്കുന്ന അനുസരിച്ച് മുഹൂർത്തവും മാറും. ഭഗവാനോ കലശത്തിനോ അല്ല പ്രാധാന്യം, ഇവർക്കാ. നീ ഒന്ന് പോയേ. പോകാം. ഒരു കാര്യം പറയാം, ക്ഷേത്രത്തിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടേ ഭാരവാഹികൾ നടത്തുന്ന ഒരു തരം തട്ടിപ്പാണിതൊക്കെ. ചോദിക്കുന്ന കാശ് കിട്ടിട്ടാ ഇവര് വരുന്നത്. ഇവരെ എത്തിക്കാൻ ഏജന്റുമാർ ധാരാളം. അല്ല, ഇവര് അമ്പലങ്ങളിൽ വരുന്നതിന് കാശോ? അതല്ലേ വിഡി. ഇവര് ചോദിക്കുന്ന കാശും 5 സ്റ്റാർ ഹോട്ടലിൽ താമസവും. കലശം എടുക്കുന്നതിന് കാശ് കൊടുക്കണമെന്നോ? പിന്നെ ഓസിനാന്ന വിചാരം? ഒരു നടനോ നടിയോ ആയാൽ ഏതൊക്കെ രീതിയിലാ വരുമാനം എന്നാ? ഉദ്ഘാടനം, കലശമെടുപ്പ്, ദീപം കൊളുത്തൽ എന്ന് വേണ്ട, നിന്ന് തിരിഞ്ഞ കാശ. എന്നെ ഒരു സിനിമ നടനാക്കണേ. പ്രിയായി കലശവും എടുത്ത് ഭദ്രദീപം കൊടുത്തേക്കാവേ ഭഗവാനെ. ചേച്ചിയെ, ഇത്ര ഗ്ലാമറിൽ പോയാ മഹേന്ദ്ര കണ്ണുവെക്കുവേ. എന്തായാലും ഇവരെ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ആരോട് പറയാനാ? ക്ഷേത്രത്തിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തുന്ന ഒരടവ്. ഭക്തിക്ക് പബ്ലിസിറ്റി വേണ്ട, ദേവനും ദേവിക്കും അതൊട്ടും വേണ്ട. പക്ഷേ ഭക്തിക്ക് പ്രാധാന്യം കൽപ്പിക്കണം. പപ്പൻ ഒന്നേ പറയാനുള്ളൂ, ഈശ്വരവിശ്വാസികളെ, കൃത്യനിഷ്ഠയുള്ളവരെ ക്ഷേത്ര കാര്യങ്ങളിൽ പ്രതിഫലമില്ലാതെ പങ്കെടുപ്പിക്കുക. ക്ഷേത്രത്തിൽ രാഷ്ട്രീയക്കാരെ പങ്കെടുപ്പിച്ച് ഭക്തരെ വലയ്ക്കാതിരിക്കുക. ഭക്തിയെ ബിസിനസ് ആക്കാതെ ഭക്തിയിലൂടെ മുക്തി നേടുക. അത്ര തന്നെ. ഓരോ ഷോപ്പിംഗും വിസ്മയമാക്കി മാറ്റിയ KC സെന്റർ നിങ്ങൾക്കായി വീണ്ടും അതിശയങ്ങളുമായി കാത്തിരിക്കുന്നു. വ്യത്യസ്തത കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ്. മാന്യ കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന മാനിച്ച് KC സെന്റർ ഇപ്പോൾ കൂടുതൽ വിശാലതയിൽ കൂടുതൽ പുതുമകളും അതിലേറെ വിസ്മയ കാഴ്ചകളുമായി KC സെന്റർ 2ാം വയസ്സിലേക്ക്. KC സെന്റർ ഗ്രാൻഡ് ഷോപ്പി ഹൈപ്പർ മാർക്കറ്റ്. ക്വാളിറ്റി ഈസ് അവർ കമ്മിറ്റ്മെന്റ്. ഈ അധ്യയന വർഷം സ്കൂളിലേക്ക് KC സെന്ററിനൊപ്പം ഓരോ 500 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ആഴ്ചതോറും 3 സൈക്കിളുകൾ സമ്മാനം. ഈ ഓഫർ മെയ് 1 മുതൽ 31 വരെ മാത്രം. KC സെന്റർ ഗ്രാൻഡ് ഷോപ്പി ഹൈപ്പർ മാർക്കറ്റ്. ക്വാളിറ്റി ഈസ് അവർ കമ്മിറ്റ്മെന്റ്.